നമ്മളിൽ പലരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ചിലരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിശോധിച്ചാൽ ഒരു ചവറ്റുകൊട്ട പോലെ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം ആ പ്രൊഫൈലിൻ്റെ ഉടമയുടെ ചിത്രങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ചിത്രങ്ങളാവും അത്തരം പ്രൊഫൈലുകളിൽ കൂടുതൽ. നമ്മുടെ പ്രൊഫൈലിൽ മറ്റുള്ളവർ അവരുടെ ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു തരം അവസ്ഥ. ഇവിടെ പ്രധാനമായും വില്ലനാകുന്നത് ഫേസ്ബുക്കിലെ ടാഗിംഗ് എന്ന സംവിധാനമാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഫേസ്ബുക്കിൽ തന്നെ മാർഗങ്ങളുണ്ട്. ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ നമ്മുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കൂടുതൽ പേരും ഇപ്പോൾ മൊബൈലിലൂടെയാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ ഫേസ്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ പ്രൊഫൈലിലേക്ക് മറ്റുള്ളവരുടെ ചിത്രങ്ങൾ നമ്മുടെ അനുവാദം കൂടാതെ ടാഗ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നിങ്ങളുടെ മൊബൈലിലെ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ്ട് അക്കൗണ്ട് സെറ്റിംഗ്സ്. ഈ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് സെറ്റിംഗ്സിലെ ടൈം ലൈൻ ആൻഡ് ടാഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൂ ക്യാൻ പോസ്റ്റ് ഓൺ യുവർ ടൈം ലൈൻ. നിങ്ങളുടെ ടൈം ലൈനിൽ ആർക്കൊക്കെ പോസ്റ്റ് ചെയ്യാം, അതായത് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ ടൈം ലൈനിൽ ആർക്കൊക്കെ പോസ്റ്റ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട്സിന് പോസ്റ്റ് ചെയ്യാം, ഓൺലി മീ നമുക്ക് മാത്രം പോസ്റ്റ് ചെയ്യാം. അവിടെ ഓൺലി മീ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിട്ടുള്ള മറ്റാർക്കും തന്നെ നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ടൈം ലൈനിൽ യാതൊന്നും പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് ഓൺലി മീ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, റിവ്യൂ പോസ്റ്റ് ദാറ്റ് ഫ്രണ്ട്സ് ടാഗ് യു ഇൻ ബിഫോർ ദേ അപ്പിയർ ഓൺ യുവർ ടൈം ലൈൻ. നിങ്ങളുടെ ടൈം ലൈനിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഏതെങ്കിലും ഫോട്ടോയിലോ മറ്റോ ടാഗ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും പോസ്റ്റിലോ മറ്റോ ടാഗ് ചെയ്യുമ്പോൾ ആ ടാഗ് ചെയ്യുന്ന അവസരത്തിൽ അത് റിവ്യൂ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട് അവരുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങളെ ടാഗ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളോട് ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളെ ഇന്ന ഫ്രണ്ട് നിങ്ങളുടെ ഒരു പോസ്റ്റിൽ നിങ്ങളെ ടാഗ് ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യണോ അതോ അത് റിജക്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. ആദ്യം തന്നെ നമ്മളോട് ചോദിക്കും. ഈ ഒരു ഓപ്ഷൻ, ഈ ഇത്തരത്തിൽ ചോദിക്കുന്ന ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്തിടാം. അതിനായിട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൺ എന്ന ഓപ്ഷൻ ഉണ്ട്. ഓഫ് ചെയ്യാനും പറ്റും, ഓൺ ചെയ്യാനും പറ്റും. അത് ഓൺ ആക്കി ഇടുക. ഇപ്പോൾ ഓണാണ്. അപ്പോൾ ഇവിടെ താഴെ ഓൺ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് അവരുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങളെ ടാഗ് ചെയ്താൽ അത് ആദ്യമേ നിങ്ങളോട് അത് ടാഗ് ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളെ അറിയിക്കും. അത് അപ്രൂവ് ചെയ്യണോ അത് വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്കത് റിവ്യൂ ചെയ്യാനായിട്ട്, അത് റിജക്റ്റ് ചെയ്യണോ വേണോ എന്നുള്ളതിൻ്റെ നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു റിവ്യൂ നമുക്ക് ആദ്യമേ നൽകുന്നു എന്നുള്ളതാണ് അത് ഓൺ ചെയ്താലുള്ള ഗുണം. അടുത്ത് നോക്കി, ഹൂ ക്യാൻ സീ പോസ്റ്റ് യു ഹാവ് ബീൻ ടാഗ്ഡ് ഇൻ ഓൺ യുവർ ടൈം ലൈൻ. അഥവാ നിങ്ങളുടെ ടൈം ലൈനിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഏതെങ്കിലും പോസ്റ്റിൽ ടാഗ് ചെയ്താൽ അത് ആർക്കൊക്കെ കാണണം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങളെ ടാഗ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോയിലോ മറ്റോ നിങ്ങളെ ടാഗ് ചെയ്താൽ അത് എല്ലാവരും കാണണോ അതോ നിങ്ങൾ മാത്രം കാണണോ അതോ നിങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രം കണ്ടാൽ മതിയോ എന്ന് നമുക്കിവിടെ തീരുമാനിക്കാം. അതും പരമാവധി ഓൺലി മീ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത ഹൂ ക്യാൻ സീ വാട്ട് അതേഴ്സ് പോസ്റ്റ് ഓൺ യുവർ ടൈം ലൈൻ. നിങ്ങളുടെ ടൈം ലൈനിൽ മറ്റുള്ളവർ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ അത് ആരൊക്കെ കാണണം എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടാഗ് ചെയ്യുകയല്ല, നേരെ മറിച്ച് നിങ്ങളുടെ ടൈം ലൈനിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ അത് ആരൊക്കെ കാണണം എന്നുള്ള ഓപ്ഷൻ, അതും ക്ലിക്ക് ചെയ്ത് പരമാവധി ഓൺലി മീ നിങ്ങൾ മാത്രം കണ്ടാൽ മതി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത ഓപ്ഷൻ, റിവ്യൂ ടാഗ്സ് പീപ്പിൾ ആഡ് ടു യുവർ ഓൺ പോസ്റ്റ് ബിഫോർ ദ ടാഗ്സ് അപ്പിയർ ഓൺ ഫേസ്ബുക്ക്. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങളുടെ സുഹൃത്ത് ടാഗ് ചെയ്താൽ അത് റിവ്യൂ ചെയ്യണോ, ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അത് റിവ്യൂ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ ആദ്യം കണ്ട ഓപ്ഷനുകളിൽ
വേറെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഏതെങ്കിലും പോസ്റ്റിൽ നിങ്ങളെ ടാഗ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ തന്നെ ഏതെങ്കിലും പോസ്റ്റിൽ നിങ്ങളുടെ സുഹൃത്ത് അവരെ ടാഗ് ചെയ്താൽ, നിങ്ങളുടെ സുഹൃത്തിനെ ടാഗ് ചെയ്താൽ അത് റിവ്യൂ ചെയ്യണമെന്നാണ്. അതും ഓൺ ആക്കി ഇടുക, നേരത്തെ ചെയ്തതുപോലെ. അടുത്ത ഓപ്ഷൻ, വെൻ യു ആർ ടാഗ്ഡ് ഇൻ എ പോസ്റ്റ്, ഹൂ ഡു യു വാണ്ട് ടു ആഡ് ദ ഓഡിയൻസ് ഇഫ് ദേ ആർ നോട്ട് ആൾറെഡി ഇൻ ഇറ്റ്. അതായത് നിങ്ങളെ ആരെങ്കിലും ഒരാൾ ഒരു പോസ്റ്റിൽ ടാഗ് ചെയ്താൽ അത്തരത്തിൽ ടാഗ് ചെയ്യുന്ന പോസ്റ്റുകൾ ആരൊക്കെ കാണണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളായിരിക്കണോ അതോ നിങ്ങളുടെ ടാഗ് ചെയ്ത ഫ്രണ്ട് ആയിരിക്കണോ എന്നുള്ളതാണ് ആ ഓപ്ഷൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് അതും ഓൺലി മീ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തത്, ഹൂ സീസ് ടാഗ് സജഷൻ വെൻ ഫോട്ടോസ് ദാറ്റ് ലുക്ക് ലൈക്ക് യു ആർ അപ്ലോഡഡ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളിൽ നിങ്ങളുടെ ചിത്രങ്ങൾക്ക് തുല്യമായ ചിത്രങ്ങൾ കാണുമ്പോൾ അത് നിങ്ങളാണെന്ന് ഉള്ള സജഷൻ, ടാഗ് ചെയ്യാനുള്ള സജഷൻ, അത് ആരെങ്കിലും ആ സജഷൻ കാണിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് അതും തൽക്കാലം നോ വൺ ആരെയും അങ്ങനെ കാണിക്കേണ്ട എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഒന്ന് ഓർത്താൽ മതി, ഇതിനകത്ത് പരമാവധി എല്ലാം ഓൺലി മീ എന്ന സെറ്റിങ്സ് കൊടുക്കുക. ഈ കാണുന്ന ടൈം ലൈൻ ആൻഡ് ടാഗിങ് എന്ന ഓപ്ഷനിൽ എല്ലാം ഓൺലി മീ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സ്വകാര്യത കുറേയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ. അടുത്തതായി ചില പ്രൈവസി സെറ്റിങ്സ് ആണ്. ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തത് ടൈം ലൈൻ ആൻഡ് ടാഗിങ് എന്ന ഓപ്ഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായി പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചോദിക്കുന്നത്, ഹൂ ക്യാൻ സീ യുവർ ഫ്യൂച്ചർ പോസ്റ്റ്. നിങ്ങൾ ഭാവിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ആരൊക്കെ കാണണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്കിപ്പോൾ പബ്ലിക് എന്ന ഓപ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇനി പോസ്റ്റ് ചെയ്യുന്ന, ഫേസ്ബുക്കിൽ ഇനി പുതുതായി പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും ഫേസ്ബുക്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്ത എല്ലാവരും കാണും. അത് നമുക്ക് വേണമെങ്കിൽ ആ പബ്ലിക് എന്നുള്ളത് മാറ്റി നമ്മുടെ ഫ്രണ്ട്സ് മാത്രം, ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ടാഗിങ് അല്ല, നേരെ മറിച്ച് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ നമ്മൾ ഫ്യൂച്ചറിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ആരൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്ന ഓപ്ഷനാണ് അത്. ഇനി അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ, ഹൂ ക്യാൻ സീ ദ പീപ്പിൾ ആൻഡ് ലിസ്റ്റ് യു ഫോളോ. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ആരൊക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ലിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പേജുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ആരൊക്കെ കാണണമെന്നാണ് ചോദിക്കുന്നത്. അത് തൽക്കാലം ഓൺലി മീ ആക്കി ഇടാം. അതായിരിക്കും കുറച്ച് നല്ലത്. എന്നാൽ ഓർക്ക് അതിന് മുമ്പ് നമ്മൾ ചെയ്ത ഹൂ ക്യാൻ സീ യുവർ ഫ്യൂച്ചർ പോസ്റ്റ്, നിങ്ങൾ ഭാവിയിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ആരൊക്കെ കാണണം എന്നുള്ളത് ഒരിക്കലും ഓൺലി മീ എന്ന് ഇടരുത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഫേസ്ബുക്കിലെ പോസ്റ്റ് ആരൊക്കെ കാണണം ഫ്യൂച്ചറിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ലിമിറ്റ് ദ ഓഡിയൻസ് ഫോർ പോസ്റ്റ് യു ഹാവ് ഷെയർഡ് വിത്ത് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഓർ പബ്ലിക്. അതായത് ആൾറെഡി പോസ്റ്റ് ചെയ്ത, നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളെ നമുക്ക് അതിൻ്റെ ഓഡിയൻസ് സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കി ലിമിറ്റ് ഓൾ ടു പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ആൾറെഡി പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ ചിലപ്പോൾ പബ്ലിക്കായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുണ്ടാകാം, അതിനെയെല്ലാം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് മാത്രം കാണുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ മാറ്റാം. അതിന് ഈ ലിമിറ്റ് ഓൾ ടു പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുത്താൽ മതി. കൺഫേം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാ പോസ്റ്റുകളും പബ്ലിക്കായിട്ടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട്സ് മാത്രം കാണുന്ന രീതിയിലേക്ക്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് മാത്രം കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അടുത്ത നാലാമത്തെ ഓപ്ഷൻ, ഹൂ ക്യാൻ സെൻഡ് യുവർ ഫ്രണ്ട് റിക്വസ്റ്റ്. നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് ആർക്കൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം എന്നുള്ള ഓപ്ഷനാണ്. അത് ഫേസ്ബുക്കിലുള്ള എല്ലാവർക്കും വേണമെങ്കിൽ എവരിവൺ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട് ഉള്ള മറ്റേതെങ്കിലും ഫ്രണ്ടിന് മാത്രമേ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയക്കാൻ സാധിക്കൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ, ഹൂ ക്യാൻ ലുക്ക് യു അപ്പ് യൂസിങ് ദ ഇമെയിൽ അഡ്രസ് യു പ്രൊവൈഡഡ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട് അല്ലാത്ത ഒരാൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അയാൾക്ക് അറിയാമെങ്കിൽ ആ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് നിങ്ങളെ സെർച്ച് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഉള്ള അനുവാദം ആർക്കൊക്കെ നൽകണം. അത് എവരിവൺ എന്ന ഓപ്ഷൻ വേണേൽ കൊടുക്കാം. നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, അതായത് മ്യൂച്വൽ ഫ്രണ്ടുള്ള ആർക്കെങ്കിലും കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ടുകൾക്ക് മാത്രമായിട്ട് നമുക്കതിനെ ലിമിറ്റ് ചെയ്യാം. അതും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ മെയിൽ ID ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കണ്ടെത്തണമെങ്കിൽ, നിങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എവരിവൺ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.
അടുത്ത ഓപ്ഷൻ ഹൂ ക്യാൻ ലുക്ക് യു അപ്പ് യൂസിങ് ദ ഫോൺ നമ്പർ യു പ്രൊവൈഡഡ്. നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആർക്കൊക്കെ നിങ്ങളെ സെർച്ച് ചെയ്ത് കണ്ടെത്തണം, അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫേസ്ബുക്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട് ഇല്ലാത്തവർക്ക് വേണമെങ്കിലോ അതല്ലെങ്കിൽ മ്യൂച്വൽ ഫ്രണ്ട് ഉള്ളവർക്ക് മാത്രമേ നിങ്ങളെ അങ്ങനെ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാവുന്നൊക്കെയുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അവസാനത്തെ ഓപ്ഷൻ ഡു യു വാണ്ട് സെർച്ച് എൻജിൻസ് ഔട്ട്സൈഡ് ഓഫ് ഫേസ്ബുക്ക് ടു ലിങ്ക് യുവർ പ്രൊഫൈൽ. അതായത് ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്ത് നിങ്ങളെ കണ്ടെത്താനുള്ള പെർമിഷൻ നിങ്ങൾക്ക് കൊടുക്കണോ വേണ്ടയോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. ആ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗൂഗിൾ ഉപയോഗിച്ച് നിങ്ങളുടെ പേര് സെർച്ച് ചെയ്താൽ പോലും ഫേസ്ബുക്കിൽ നിങ്ങളെ കണ്ടെത്താൻ സാധിക്കില്ല. അതാണ് ആ ഓപ്ഷൻ. അടുത്തതായി നമ്മുടെ ഫേസ്ബുക്കിലെ ചില ഫ്രണ്ട്സ് ഇടുന്ന പോസ്റ്റുകൾ ചിലപ്പോഴെങ്കിലും നമുക്ക് അരോചകമായി തോന്നാം. ചിലർ സ്ഥിരമായി മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലെ പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട്. അത്തരക്കാരെ അൺഫ്രണ്ട് ചെയ്യേണ്ടുന്ന കാര്യമില്ല. കാരണം അപ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ അവരെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്ന്. ഇത്തരക്കാരുടെ യാതൊരു പോസ്റ്റുകളും പിന്നീട് നമ്മൾ കാണാതിരിക്കാൻ അവരെ അൺഫോളോ ചെയ്താൽ മതി. പിന്നീട് അവരുടെ ഒരു പോസ്റ്റുകളും നമ്മൾ കാണുകയില്ല. മാത്രമല്ല അവർ നമ്മുടെ ഫ്രണ്ടായി തുടരുകയും ചെയ്യും. ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിനായിട്ട് ഇതുപോലെ നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വലത് സൈഡിലെ 3 ലൈനുകൾ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോയി അതിനുശേഷം അവിടെ ഫ്രണ്ട്സ് എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ സാധിക്കും. അവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആരുടെ പോസ്റ്റുകളാണോ നിങ്ങൾക്ക് കാണേണ്ടാത്തത് ആ ഫ്രണ്ടിൻ്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കയറിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടെന്നൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് കാണിക്കുന്നു, നീല കളറിൽ കാണിക്കുന്നു ഫ്രണ്ട്സ് ആണെന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ ഫോളോയിങ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ എല്ലാ പോസ്റ്റുകളെയും നമ്മൾ പിന്തുടരുകയും ചെയ്യുന്നുണ്ടെന്നാണ്. അവിടെ ആ ഫോളോയിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ അൺഫോളോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവരെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഫ്രണ്ടായി ഫേസ്ബുക്കിൽ അദ്ദേഹം നമ്മുടെ ഫ്രണ്ടായി തുടരും. അവരറിയത്തില്ല നമ്മൾ അവരെ അൺഫോളോ ചെയ്തെന്നുള്ളത് കാര്യം. പക്ഷേ അവരുടെ യാതൊരു പോസ്റ്റുകളും നമ്മളുടെ വാൾ ടൈം ലൈനിൽ കാണിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ അൺഫോളോ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ പിന്നീട് നമ്മൾ കാണില്ല, പക്ഷേ നമ്മൾ അവരെ അൺഫ്രണ്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ പോസ്റ്റുകൾ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നമ്മൾ അൺഫോളോ ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇനി നേരെ മറിച്ച് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോസ്റ്റുകൾ, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ നമ്മുടെ ഏതെങ്കിലും ഫേസ്ബുക്ക് ഫ്രണ്ട്സ് കാണണ്ട എങ്കിൽ അതിന് മാർഗമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളൊന്നും കാണണ്ട, പക്ഷേ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടാകുകയും വേണം. അങ്ങനെയാണെങ്കിൽ അത്തരക്കാരെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് മാറ്റിയിട്ടിരുന്നാൽ നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി കാണാൻ വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ഒരിക്കലും അത്തരം റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവർക്ക് കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ പബ്ലിക്കായി എല്ലാവരും ഫേസ്ബുക്കിലെ നമ്മുടെ ഫ്രണ്ട് അല്ലാത്തവർ പോലും കാണാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ മാത്രമേ റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഫ്രണ്ട്സുകൾക്ക് കാണാൻ സാധിക്കൂ. അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഫ്രണ്ട്സ് എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഡിറ്റ് ഫ്രണ്ട് ലിസ്റ്റ് എന്ന് പറയുന്ന 3ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പല കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം ഫ്രണ്ട്സിനെ. അതിനകത്ത് ഏറ്റവും താഴെയായിട്ട് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഈ റെസ്ട്രിക്റ്റഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ബാക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ പർട്ടിക്കുലർ പ്രൊഫൈൽ റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു. ഇനി ഉണ്ടാകുന്ന പ്രത്യേകത പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന, ഫ്രണ്ട്സിന് വേണ്ടി മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യുന്ന യാതൊരു പോസ്റ്റുകളും റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് പബ്ലിക്കായി പോസ്റ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിലുള്ള ഫ്രണ്ട്സിന് കാണാൻ സാധിക്കൂ. അടുത്തതായി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് നിങ്ങൾക്കൊരു ശല്യക്കാരനായി മാറിയാൽ നമുക്കവരെ ബ്ലോക്ക് ചെയ്യാനാകും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നത് കൂടാതെ പിന്നീട് അവർക്ക് നിങ്ങളുമായി ഫേസ്ബുക്ക് വഴി യാതൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനും സാധ്യമല്ല. നിങ്ങളോട് ചാറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയക്കാനോ ഒന്നും തന്നെ സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരാളെ ബ്ലോക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടുന്ന പ്രൊഫൈൽ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ആ പ്രൊഫൈൽ ഏറ്റവും മുകളിൽ വലത് സൈഡിലായിട്ട് 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് 2ാമത്തെ ഓപ്ഷനായ ബ്ലോക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ആ വ്യക്തിയെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും.
നമ്മുടെ ജോലിയൊക്കെ പൂർത്തിയാക്കി ഫേസ്ബുക്ക് നോക്കാനായി ചിലപ്പോൾ രാത്രി വൈകിയായിരിക്കും നമ്മൾക്ക് സമയം കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലെ ഏതെങ്കിലും ഫേസ്ബുക്ക് ഫ്രണ്ട് നമ്മുടെ മെസ്സഞ്ചറിലൂടെ നമുക്കൊരു മെസ്സേജ് അയക്കുന്നത്. ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ മെസ്സേജ് അയക്കും. ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും സ്ത്രീകൾക്കാണ് കൂടുതൽ അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്വകാര്യതയ്ക്ക് ഒരു ഭംഗം വരുത്തുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും. അപ്പോൾ നമുക്ക് ഇതുപോലെ വൈകി നമ്മൾ ഒക്കെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ചാറ്റിംഗ് മെസ്സഞ്ചറിൽ ഓൺലൈനായി നമ്മളെ കാണിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യശരങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് മാർഗമുണ്ട്. നമ്മൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ ചാറ്റ് നമുക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ നമുക്ക് ഓഫ് ചെയ്തിടാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ആദ്യത്തെ ടാബ് കാണുന്നത് ഹോം എന്ന് പറയുന്ന ടാബാണ്. 1, 2, 3 4ാമത്തെ ടാബ് ക്ലിക്ക് ചെയ്യുക. നോക്കി 3 ലൈൻസും 3 ഡോട്ടും കൂടെയുള്ള 4ാമത്തെ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നോക്കി മെസ്സഞ്ചർ എന്നും ആക്റ്റീവ് എന്നും 2 ടാബുകൾ കാണാം. അതിൽ ആക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൻ്റെ വലത് സൈഡിലെ ആ ബട്ടൺ ഓഫ് ചെയ്തിരുന്നാൽ ചാറ്റ് ഓഫായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ, നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും മറ്റുള്ളവർ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് നോക്കുമ്പോൾ നിങ്ങൾ ഓൺലൈൻ ആണെന്ന് കാണിക്കില്ല. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഈ പേരിന് വലത് സൈഡിൽ കാണുന്ന ബട്ടൺ ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ വീണ്ടും ചാറ്റിൽ ഓൺലൈൻ ആകുകയുള്ളൂ. അടുത്തതായി നിങ്ങളുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്നുള്ളത് മറ്റുള്ളവർ കാണാതിരിക്കാൻ, നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് മറ്റുള്ളവർ കാണാതിരിക്കാൻ എന്ത് സെറ്റിങ്സാണ് ചെയ്യേണ്ടത്? ഇത് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടൈം ലൈനിലേക്ക് പോവുക. നിങ്ങളുടെ പേരിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ടൈം ലൈനിലേക്ക് പോവുക. അവിടെ ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വലത്തെ സൈഡിൽ മുകളിലായിട്ട് മാനേജ് എന്ന് എഴുതിയ ഒരു എഡിറ്റ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് അതിൽ എഡിറ്റ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ഫ്രണ്ട് ലിസ്റ്റ്, ഹൂ ക്യാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലിസ്റ്റ് ആരൊക്കെ കാണണം. അവിടെ പബ്ലിക് എന്നാണെങ്കിൽ അത് മാറ്റി ഓൺലി മീ എന്നാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ആരൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. വേറൊരാൾ നോക്കിയാൽ അദ്ദേഹത്തിന് നിങ്ങളുമായി ആരെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാണിക്കുകയുള്ളൂ. അടുത്ത 2ാമത്തെ ഓപ്ഷൻ ഫോളോയിങ് ആണ്. അതായത് നിങ്ങൾ ആരെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുവോ, നിങ്ങൾ ഫ്രണ്ട് അല്ലാതെ ചിലരെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നുവോ അത് ആരൊക്കെയാണ് എന്ന് ആരൊക്കെ കാണിക്കണം, നിങ്ങളെ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ അതും ഓൺലി മീ ആക്കുക. അടുത്ത 3ാമത്തെ ഓപ്ഷൻ ഫോളോവേഴ്സാണ്. നിങ്ങളെ ആരൊക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലിസ്റ്റ് വേറെ ആരെങ്കിലും കാണണോ, അത് പബ്ലിക്കായിട്ട് കാണണോ, അതോ നിങ്ങൾ മാത്രമാണോ കാണേണ്ടതെങ്കിൽ ഓൺലി മീ ആക്കുക. ഇങ്ങനെ നിങ്ങളുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ഹൈഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റും ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ youtube.com/jayarajgnath എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.